വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ബി.ജെ.പി. വടക്കാഞ്ചേരി ഏരിയ കുമ്പളങ്ങാട് 5ാം ഡിവിഷന്റെ നേതൃത്വത്തിൽ ഡിവിഷനിലെ SSLC+2 പരീക്ഷാ വിജയികളെ അനുമോദിക്കുകയും പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു. ഡിവിഷൻ കൗൺസിലർ കവിത കൃഷ്ണനുണ്ണി ആദരിക്കൽ ചടങ്ങും പഠനോപകരണ വിതരണവും ഉദ്ഘാടനം ചെയ്തു. വിചാരിക്കും ഞങ്ങളൊക്കെ വലിയ കുട്ടികളായി ഞങ്ങൾക്ക് പലതും ചെയ്യാൻ എന്നൊക്കെ വിചാരിക്കും. എന്നിട്ടിപ്പോൾ ലഹരി, മയക്കുമരുന്ന് ഇതിലൊക്കെ പല കുട്ടികളും നന്നായി പഠിക്കണ കുട്ടികൾ ഇപ്പോൾ കോളേജിലൊക്കെ പോയിട്ട് മദ്യപാനം, മയക്കുമരുന്നിന് അടിമയാവുക ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പലരും നിങ്ങൾക്ക് ചുറ്റും പല സാഹചര്യത്തിൽ നിന്ന് വരുന്നവരായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ്. പലരും നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കാൻ നോക്കും. അപ്പോൾ അതിലൊന്നും വീഴാതെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി, നല്ലൊരു തലമുറ സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ വളരെ നന്നായി തന്നെ മുന്നോട്ട് പോവുക. എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ബൂത്ത് പ്രസിഡന്റ് സുമേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുമ്പളങ്ങാട് BP-LP സ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാനാധ്യാപിക സുലോചന ടീച്ചർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. BJP വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് E. കൃഷ്ണനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളിപ്പോൾ നേരത്തെ കൗൺസിലർ പറഞ്ഞു, ടീച്ചറൊക്കെ പറഞ്ഞു, നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവാണ്. നമ്മൾ വേറെ ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ജീവിതത്തിന്റെ. എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഇപ്പോൾ നമ്മൾ പരിപാടി 10 മണിക്ക് നമ്മൾ വെച്ചു. പക്ഷേ പല ആളുകളും എത്തിയത് 10:30 കഴിഞ്ഞിട്ടാണ് എത്തിയത്. കുട്ടികൾ അവരെ ഉദ്ദേശിച്ചാണ് നമ്മൾ പരിപാടി നിശ്ചയിച്ചത്. അവർ കൃത്യനിഷ്ഠ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ. ഈ പരിപാടിക്ക് നിങ്ങൾ വൈകിയോണ്ട് പ്രശ്നമില്ല. പക്ഷെ നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി, നിങ്ങൾ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ടൈമിംഗ് ആണ്. നിങ്ങൾ 8 മണിക്ക് നിങ്ങൾ ഡ്യൂട്ടിക്ക് കയറി നിങ്ങൾ 8 മണിക്ക് കയറി ഇരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളൊരു ഡിസ്ക്വാളിഫൈഡ് ആണ്. നിങ്ങളവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ പോയി കിട്ടും. നിങ്ങൾ 1-2 പ്രാവശ്യം അങ്ങനെ ടൈം ലേറ്റായി നിങ്ങൾ ജോലി വരെ പോകുന്ന സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ജോലിയുടെ കാര്യം മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ സ്ഥലത്തും നമ്മളൊരു സമയം നിശ്ചയിച്ചാൽ ആ സമയത്ത് എത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ആ സാധിക്കുക എന്നുള്ള കൃത്യനിഷ്ഠയാണ് വളരെ പ്രധാനപ്പെട്ട. ഞാൻ പറഞ്ഞ കുട്ടികളോടാണ് പറയുന്നത്, കൃത്യനിഷ്ഠ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. 8 മണിക്ക് നിങ്ങൾ പഞ്ച് ചെയ്യണമെങ്കിൽ 8 മണിക്ക് തന്നെ പഞ്ച് ചെയ്തിരിക്കണം നിങ്ങൾ. അതാണ് ഇത്. അത് ഏത് പ്രൈവറ്റ് സ്ഥാപനമായാലും ഗവൺമെൻറ് സ്ഥാപനം എവിടെ പോയാലും. കാരണം ഞാനൊക്കെ അങ്ങനെ ജോലി ചെയ്ത ഒരു അവസ്ഥ എനിക്കുണ്ട്. ഒരു മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ മേലാധികാരി ഒരുപാട് ആൾക്ക് മെയിൽ അയക്കണം. റീസൺ എന്തുകൊണ്ട് ലേറ്റായി, എന്താണ് കാരണം വളരെ വ്യക്തമായിട്ട് പറയണം. അതിന് നമ്മളൊരു സോറി പറയേണ്ട, ഒരു വേറൊരു ലെറ്റർ കൊടുക്കണം, മെയിൽ അയക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പരിപാടി ആയിക്കോട്ടെ, നിങ്ങളൊരു പരിപാടി ഏറ്റിട്ട് നിങ്ങൾ അതിനൊരു കൃത്യനിഷ്ഠ നിങ്ങൾ പാലിക്കണം. അതിൻ്റെ ഒരു അഡ്വൈസാണ്, നിങ്ങളുള്ള ഒരു ഇതല്ല അഡ്വൈസാണ്. വർഗീസ് ചിരയങ്കണ്ടത്ത്, MA പരമേശ്വരൻ, ബൂത്ത് സെക്രട്ടറി ഗിരിജൻ AK തുടങ്ങിയവർ പങ്കെടുത്തു. VCV ന്യൂസ്, കുമ്പളങ്ങാട്.